ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമന്റ് ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുത്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഒരു റെസിപ്പി പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ കൂടെ കണ്ടോളൂ. അപ്പൊ ഞാൻ കൂട്ടൊക്കെ ചേർത്ത് പോയി ഇങ്ങോട്ട് പറയാൻ കിട്ടുക. അപ്പൊ എന്തായാലും ഇനി ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാം. അപ്പൊ ഇന്ന് ചെറുതെ എല്ലാവരും അപ്പൊ എന്താ ഉണ്ടാക്കുന്നത് പറയാൻ പറ്റില്ല. കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ വെജ് കട്ട്ലേറ്റ് ആണ്. അപ്പൊ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടാവുക. പക്ഷെ ഞങ്ങൾ ഉള്ളിയല്ല, കേബേജ് വെച്ചിട്ടാണ് കേട്ടോ. അതാണ് ഇതിന്റെ സ്പെഷ്യല്. അപ്പൊ ഞങ്ങളെ കട്ട്ലേറ്റിന്റെ സ്പെഷ്യൽ ആണ് കേബേജ് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് കട്ട്ലേറ്റ് വെജ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ നമ്മളെ വീഡിയോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ടേസ്റ്റ് ആയിട്ട് മസാല ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന് ഇതാണല്ലോ, എഗ്ഗ് വെച്ചിട്ടാണല്ലോ എല്ലാവരും. ഞങ്ങള് മൈദ വെച്ചിട്ടാണ് എന്താണ് പോലെ വെള്ളം പോലെ ആക്കി എടുക്കുന്നത്. അപ്പൊ എന്നിട്ട് എന്താ പറയാ റെഡിയാക്കാൻ പറ്റുള്ളൂ. അത് കുറച്ച് തിക്ക്, ഇത് കുറച്ച് കട്ടിയുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വെള്ളം കൂട്ടിയിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഈ കട്ടകളൊക്കെ ഒന്ന് പോക്കിയിട്ട് അല്ല. അപ്പൊ നമുക്ക് ഇത് ബ്രെഡ് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ശരിക്കും പുറത്തുനിന്നൊക്കെ നമുക്ക് ബ്രെഡിൽ ഇത് വാങ്ങാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ബ്രെഡ് പൊടിച്ചതാട്ടോ. പിന്നെ എന്നുണ്ടെങ്കിൽ മെഴുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓയിലാട്ടോ, ഓയിലാണ് എടുത്തത്. അപ്പൊ ഒരു വട്ടം ഞാൻ ഉണ്ടാക്കിയപ്പോ പൊടിഞ്ഞു പോയി. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിതാ തീ കത്തിക്കട്ടെ. എന്നിട്ട് തീ കത്തിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. അപ്പൊ ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി 3 റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളൊക്കെ റെഡി ആക്കണം. അപ്പൊ നമുക്ക് ഈ 3 വെച്ചിട്ട് ഫ്ലോപ്പ് ആവാതെ എങ്ങനെയെങ്കിലും റെഡി ആയാൽ മതിയായിരുന്നു. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. എന്ത് പറഞ്ഞു കൊടുക്കണോ? എന്ത് അല്ല, ഇത് വേവുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. ഞാനിവിടെ വട്ട കട്ട്ലേറ്റാണ് കേട്ടോ. എനിക്ക് വട്ട കട്ട്ലേറ്റാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏത് കട്ട്ലേറ്റാണ് ഇഷ്ടപ്പെട്ടോ? എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഏട്ടന് കിട്ടിയാൽ മതി അല്ലേ? നമ്മളെ ഈ ഒരു കേബേജ് വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് എല്ലാരും വീട്ടിൽ ചെയ്യാറുണ്ട്. കാരണം ഈ ഉള്ളിന്റെ സ്വാദ് പോലെയല്ല. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഉള്ളി അതേപോലെ തന്നെ പട്ടാണി ഒക്കെ വെച്ചുണ്ടാക്കുമ്പോ കേബേജിന് ഭയങ്കര വിഷമം. അപ്പൊ കേബേജിനെ വെച്ച് ഉണ്ടാക്കാം. അങ്ങനത്തെ വിഷമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഞാനൊരു വട്ടം ഏട്ടന് കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതേത് കട്ട്ലേറ്റ് അതിന് ചെയ്യട്ടാ? ചിക്കൻ കട്ട്ലേറ്റ്. ഇപ്പോഴല്ലോ ഒരു 2 കൊല്ലം ഒന്നല്ല, 3 കൊല്ലൊക്കെ 3 കൊല്ലം ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ന് ഞാൻ അപ്പൊ അത് കരിഞ്ഞു പോയതല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ടത് കരിഞ്ഞു പോയതാണ്. ഇത് നല്ല ഇത് കരിഞ്ഞതാണോ? അല്ല, ഇത് ഇങ്ങനെ ആയി വരുമ്പോഴേ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാണ് ഗൈസ്. അല്ല, ആദ്യമായിട്ടില്ല. ഞാൻ ഇത് 2ാമത് തവണ ഉണ്ടാക്കുന്നത്. നല്ല രസമുണ്ടോ? മൊരിഞ്ഞതാ, കരിഞ്ഞതല്ല. അതന്നെ, ഇത് കരിഞ്ഞതല്ല ഗൈസ്, ഇത് മൊരിഞ്ഞതാണ്. നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത. അല്ല പിന്നെ അങ്ങനെയൊക്കെ കുക്ക് ചെയ്യുമ്പോ അങ്ങനൊക്കെ പല കളറും വരും. അപ്പൊ കട്ട്ലേറ്റ് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ കട്ട്ലേറ്റ് ഇവിടെ റെഡി. ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, വ്ലോഗ് എടുക്കുന്ന സമയത്ത് ഇന്നെ സംസാരിക്കാൻ സമ്മതിക്കൂല. അപ്പൊ എന്നെ സംസാരിക്കണം. അല്ല, ഞാനല്ലേ കുക്ക് ചെയ്ത്. അപ്പൊ ഞാനല്ലേ സംസാരിക്കേണ്ടത്. അപ്പൊ ഞാനിതാ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വെജ് കട്ട്ലേറ്റ്. അപ്പൊ ഇത് ചൂട് തണിയേട്ട എന്നിട്ട് ഏട്ടനെ കൊണ്ട് തീറ്റിപ്പിക്കുക. ഇപ്പൊ ഏട്ടനോട് തിന്നാൻ പറഞ്ഞില്ലേ, ഏട്ടൻ തിന്നു. പിന്നെ എന്താ സംഭവിക്കാന്നുള്ളത് ദൈവത്തിന് മാത്രം പറയാം. ഞാൻ തിന്നാ. അനക്ക് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ചൂടായ ഓയിലുണ്ട്, തരട്ടെ? ഫേഷ്യൽ ചെയ്യാം. അപ്പൊ നമ്മളെ വെജ് കട്ട്ലേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് 2 ഫ്ലോപ്പ് ആയി പോയിട്ടോ. ഇതൊക്കെ കറക്റ്റ് കിട്ടുന്നു. അപ്പൊ ഇതാട്ടോ മെയിൻ ആയിട്ട് കറക്റ്റ് കിട്ടിയത്.
നിങ്ങളെ സോറി. അപ്പൊ എന്തായാലും നന്നായിട്ട് ഏട്ടനെ കൂടെ ഒന്ന് തീറ്റിച്ചു നോക്കാം ഇങ്ങനെ എന്തെങ്കിലും. അപ്പൊ എന്തായാലും എല്ലാവരും കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളി അല്ലാതെ കേബേജ് വെച്ചിട്ട് ഒന്ന് ശ്രമിക്കുക. ഞാനിപ്പോ ഈ ഇട്ട കൂട്ടം എന്തൊക്കെയാന്ന് വെച്ചാല് കേബേജ്, പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇഞ്ചി, ഇത് മാത്രമാട്ടോ ഞാൻ ഇട്ടത്. അപ്പം പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി. അപ്പൊ ഇത് ടൊമാറ്റോ സോസിന് വേണ്ടിയിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പൊ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കല്, പുറത്തുനിന്നൊന്നും ഞങ്ങൾ മേടിക്കാറില്ല. അപ്പം പതഞ്ജലിന്റെ സാധനം വാങ്ങാനുണ്ട് കേട്ടോ, പക്ഷെ ആ പതഞ്ജലിന്റെ ഇപ്പൊ ഇവിടെ ഇല്ല. ഞാൻ ഇങ്ങനെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചോദിക്കുമ്പോ ഞങ്ങള് പുറത്തുനിന്നൊന്നും കഴിക്കാറുമില്ല. എന്താ പറയുക, പുറത്തുനിന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ലാണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. പിന്നെ ഉള്ളി കൂട്ടാറില്ല. അപ്പൊ ഞങ്ങൾ കേബേജ് ആണ് വീട്ടിൽ. അപ്പൊ ഞങ്ങൾ കേബേജ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഉണ്ടാക്കി വെച്ചപ്പോ നല്ല ടേസ്റ്റ്. അപ്പൊ എന്തായാലും വരില്ല. അപ്പൊ നമുക്ക് ഏട്ടപ്പോൾ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ അങ്ങനെ കട്ട്ലേറ്റിന് കൂട്ടാനുള്ള സോസ് ഇതാ ഇവിടെ റെഡി. അപ്പൊ ഞങ്ങൾ വീട്ടിൽ തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് വീട്ടിൽ ഉണ്ടാക്കിയിട്ട്, ഞാൻ ആദ്യമായിട്ട് ടൊമാറ്റോ സോസ് വീട്ടിലുണ്ടാക്കുന്നത്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റിയാണ് ഇത്. നന്നായിട്ട് വീട്ടിൽ ശരിക്കും നമ്മള് പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാളും സുഖം നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല പോലെ ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ കൂടെ ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. ടൊമാറ്റോ സോസ് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വേറെ കളറൊന്നും ആഡ് ചെയ്തില്ല, ചേർത്തില്ലോ തക്കാളിന്റെ നാച്ചുറൽ കളർ. അത് വേവുമ്പോ മുളക് പൊടിക്ക് ഇടുമ്പോ പിന്നെ കൂട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മള് വിനീഗർ ചേർത്തിട്ടില്ല. വിനീഗറിന് പകരം നമ്മൾ ചെറുനാരങ്ങ നീരാണ് ചേർത്തത്. പിന്നെ എന്നുണ്ടെങ്കിൽ ഫുള്ള് മുളക് പൊടി, ലേശം മുളക് പൊടിയും, പിന്നെ അതിനനുസരിച്ച് പാകത്തിന് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാരയും ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് ഞാൻ പോവാ ഒന്നിന് മൂക്കുപൊടി കൊടുത്ത പോലെ നക്കി പഠിക്കും. എന്താ കേട്ടെ കുഞ്ഞാപ്പിന്റെ പണിയാട്ടോ. ഓന്റെ ടോയ്സ് മൊത്തം ഒരു ദിവസം ഞാൻ എത്ര തവണ ഈ കളിപ്പാട്ടം വാരിടുന്നറിയോ? അമ്മമാർക്ക് എനിക്ക് ഇഷ്ടം. അമ്മമാർക്ക് കമ്മിറ്റി ചിരിക്കുന്നതാണോ കള്ളൻ? ഞാനല്ല, ഈ ടേസ്റ്റ് ചെയ്തു, ഈ ടേസ്റ്റ് ചെയ്തു, ഈ ടേസ്റ്റ് ചെയ്തു. വേണ്ട വേണ്ട, ഈ ടേസ്റ്റ്. ആ അടിയിൽ ലേശം കരിയില്ല, അതിന്റെ കൂടെ നല്ല ഇടുന്നു. അതൊന്ന് ഫസ്റ്റ് നമ്മള് കുഞ്ഞാപ്പിക്കാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ചൂടുണ്ടോ? ചൂടുണ്ട്. അങ്ങനെ സൂപ്പർ. ഞാൻ തിന്നോട്ടെ. ശ്രീയേട്ടനാണെങ്കിൽ മുറിച്ച് വെച്ച് കത്തിയാട്ടോ. കൊതിപ്പിക്കല്ലേ? അപ്പൊ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാല് സബ് ലൈക്ക്. അപ്പൊ നല്ല രസം. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഒന്നും കേട്ടോ. പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി, പിന്നെ
ക്യാബേജ് ഉള്ളിക്ക് പകരം ക്യാബേജ് കുരുമുളക് പൊടി അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് മാത്രം മതി സിമ്പിൾ ആയിട്ട് തയ്യാറാക്കുമ്പോൾ നല്ല അടിപൊളി വെജിറ്റബിൾ കറി എഗ്ഗും ഇല്ല എഗ്ഗിന് പകരം വൈറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ടേസ്റ്റിലപ്പോൾ ശ്രീയായിട്ട് ടേസ്റ്റ് അപ്പൊ ശ്രീയായിട്ടിന് ഇതാ സോസ് അല്ല ചെയ്ത് നല്ലത് ഏതാ നോക്കിയെടുക്കുക പക്ഷെ കരിഞ്ഞതല്ല കേട്ടോ ഇതിന്റെ ആ ഇതില്ലേ ബ്രെഡിന്റെ ആ പൊടി കരിഞ്ഞു പോയതാട്ടോ അതാട്ടോ അങ്ങനെ കറക്കുന്നത് പക്ഷെ സാധനം സൂപ്പർ പോയിട്ടോ ഒന്നുകൂടെ പറ എടുത്തോ എങ്ങനെയുണ്ട് നോക്ക് എങ്ങനെ സൂപ്പർ ആ കുഞ്ഞാപ്പി നോക്കിയില്ല പറയുമ്പോ തന്നെ എങ്ങനെ അടിപൊളി സൂപ്പർ അത്രയും നന്നായിട്ട് നമുക്ക് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ കഴിയും അപ്പൊ ഞങ്ങളിതാ ചായ കുടിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് അപ്പൊ ആ പാത്രത്തിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയാന്ന് വെച്ചാല് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എക്കിട്ടെടുക്കുന്നത് ഇപ്പൊ വന്നതാണ് എക്കിട്ടെടുക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം എന്തെങ്കിലും എന്താ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വ്യത്യസ്ത വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ കമന്റ് ചെയ്താലല്ലേ നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്തൊക്കെ അറിയണ്ടേ എക്കിട്ടെടുക്കുന്നുണ്ടോ അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ഒരു അച്ഛനും മോനും പുറത്താട്ടോ അതാണ് ഒരില്ലാതെ ശരി ബൈ